നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ഭരണി നക്ഷത്രം സാഹിത്യ കലാകാരന്മാർക്ക് അംഗീകാരം, പ്രശസ്തി എന്നിവ ലഭിക്കുന്നതാണ്. വളരെ നൂതനമായ രംഗങ്ങളിലും, അതായത് കൃത്രിമ ബുദ്ധി, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ പുരോഗതിയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. ഈ വർഷം മുഴുവൻ തന്നെ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം. തങ്ങളുടെ ജീവിത പങ്കാളിയായുള്ള സഹകരണം വളരെ പ്രധാനമായും ഗുണഫലങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഈ വർഷമധ്യത്തോടുകൂടി ആഗ്രഹിച്ച ജോലി ലഭിക്കുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാവുകയും ചെയ്യും. പൊതുവായതോ തങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലോ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള പുണ്യപ്രവൃത്തികൾക്ക് പണം ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. തങ്ങളുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ജോലിസ്ഥാനം, സ്ഥലം എന്നിവ മാറുവാനുള്ള സാധ്യതയുള്ളതിനാൽ അല്പം കരുതൽ അത്യാവശ്യമാണെന്ന് മാത്രം. തങ്ങളുടെ ഗൃഹനിർമ്മാണം, വിവാഹം, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്ന അപ്രതീക്ഷിത ചെലവിൽ പണം കടമെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക രംഗത്തുള്ള ഭദ്രത പിന്നീടുള്ള ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഇടപെടൽ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കാം. കുടുംബത്തിലുള്ളവരോ സുഹൃത്തുക്കളോ ആയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പരാജയം നേരിടാമെന്നതുകൊണ്ട് തന്നെ അതിലെല്ലാം തന്നെ അതീവ ശ്രദ്ധ പുലർത്തുന്നതോ വിട്ടുനിൽക്കുന്നതോ അഭികാമ്യം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടാൻ സാധ്യതയുള്ളതിനാൽ സഹോദരങ്ങളുടെയും മക്കളുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെട്ട വീട് മാറി താമസിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുവാനായി ശ്രദ്ധിക്കണം. തൻ്റെ പിതാവിനോ പിതൃതുല്യർക്കോ രോഗങ്ങൾ പിടിപെടാനും അവരുടെ ശുശ്രൂഷയ്ക്കായി സമയം കണ്ടെത്തേണ്ടതായും വരുന്ന സന്ദർഭവും കാണുന്നു. പൊതു സാമൂഹിക വ്യാപാര കാര്യങ്ങളിൽ പ്രവേശിക്കുവാനും അതിലൂടെ
വളരെയധികം സാമ്പത്തിക പുരോഗതി കൈക്കലാക്കാനും സാധിക്കുന്നു. തങ്ങളുമായി ശത്രുതയിലുണ്ടായിരുന്നവരുമായി വീണ്ടും സ്നേഹത്തിലായി അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് സാധിക്കുന്നു. അഗ്നി, വാഹനം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ സത്യാവസ്ഥ ബോധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായ അനിഷ്ടാവസ്ഥകളിൽ നിന്നും ഒഴിവാവുന്നതാണ്. തനിക്ക് ലഭിച്ച അനുഭവജ്ഞാനം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിത്തരുന്നതാണ്. വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതാണ്. തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക രംഗങ്ങളിലെല്ലാം തന്നെ ഇടപെടലുകൾ നടത്തി കൂടുതൽ കാര്യപ്രാപ്തിയോടെ ഫലം കാണുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ ആത്മവിശ്വാസം കൈവിടാതെയുള്ള മനോഭാവം കൂടുതൽ ജീവിതാനുഭവങ്ങൾക്ക്, പരിപൂർണമായ വിജയങ്ങൾക്ക് കാരണമാകും. തങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം കൈവരുന്നതായി കാണാം. വളരെ വിശാലമായുള്ള കാഴ്ചപ്പാടുകൾ, കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാനും അങ്ങനെ സജ്ജന സമ്പർക്കം ലഭിക്കാനും കാരണമാകുന്നു. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമ, കല തുടങ്ങിയ രംഗത്തുള്ളവർക്കും കൂടുതൽ കർമ്മരംഗങ്ങൾ ലഭിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. സിനിമാ രംഗത്തുള്ളവർക്ക് സർക്കാർ അംഗീകാരത്തിനുള്ള അവസരം കാണുന്നു. തങ്ങളുടെ ഉദ്യോഗത്തിലോ ബിസിനസ്സിലോ മറ്റു മേഖലകളിലോ ഉള്ള വളരെയധികം സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു വർഷമാണ്. തങ്ങളുടെ അധികാരപരിധി കൂടുന്നതായും ഉത്തരവാദിത്തങ്ങൾ വളരെ നന്നായി നടപ്പിലാക്കാനും സാധിക്കുന്നതായി മനസ്സിലാവുന്നു. സമയത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയുള്ള ചില മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതായും വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കേണ്ടതായും വിവിധ തലങ്ങളിലുള്ള ഉയർന്ന സ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെടേണ്ടതായും ആവശ്യമായി വരുന്നുണ്ട്. തങ്ങളുടെ പൂർവിക സ്വത്ത്, രേഖകൾ തുടങ്ങിയവ ശരിയാവുന്നതാണ്. മറ്റുള്ളവർ കാരണം മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മുൻകൈയെടുത്ത് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള യോഗവും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണമായതോ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളിൽ ചില ആരോഗ്യ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നിങ്ങൾ പുറത്തുനിന്നോ മറ്റോ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ, ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കണം എന്ന സാരം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ഗൗരവപൂർവ്വം തന്നെ അത് പരിഗണിക്കണം. കരൾ, ഹൃദയം തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തോട് തനിക്കുള്ള ജാഗ്രതയ്ക്ക് കാരണമാവുകയും തന്മൂലം തൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും ഇടവരുത്തുന്നു. ചികിത്സ പരിപൂർണമായും ഫലിക്കുന്ന സമയമാണ്. മറ്റുള്ളവരുമായി ഉള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അന്യരായാലും വളരെ ശ്രദ്ധ പുലർത്തുകയും പണം കടം കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും വേണം. ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വർഷം മുഴുവൻ പണം കടം കൊടുക്കുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും തീരാ ദുഃഖങ്ങൾ വന്നേക്കാം താങ്കൾക്കും തങ്ങളുടെ കുടുംബത്തിനും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മാറി നിൽക്കുന്നതാവും ഉചിതം. മാസാവസാനങ്ങളിൽ തട്ടക ക്ഷേത്രത്തിൽ, അതായത് സ്വന്തം ദേശത്തെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും, സാധ്യമാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും താൽക്കാലികമായുണ്ടാകുന്ന ക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം
എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.